കാണാതായ 6 വയസ്സുകാരനായുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. സുഹാനെ അവസാനമായി കണ്ടെന്ന് പറയുന്ന സ്ത്രീകളിൽ നിന്ന് പോലീസ് മൊഴിയെടുത്തു. സുഹാന്റെ വീട്ടിൽ നിന്നും 100 മീറ്റർ മാറി കുട്ടിയെ കണ്ടെന്ന് 2 സ്ത്രീകൾ അറിയിച്ചിരുന്നു. കുട്ടി കരഞ്ഞു നടക്കുകയായിരുന്നുവെന്നാണ് വിവരം. ചിറ്റൂരിലെ വിവിധ പ്രദേശങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. സാജിദ് അജ്മൽ ചിറ്റൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. സാജിദ്, സുഹാന് വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ തുടരുമ്പോൾ ഏറ്റവും നിർണായകമായി ലഭിക്കുന്നത് സുഹാനെ അവസാനമായി കണ്ട സ്ത്രീകളുടെ മൊഴി കൂടിയാണ്. അപ്പോൾ അവർ എവിടെ വെച്ചാണ് സുഹാനെ കണ്ടത്, പിന്നീട് എന്ത് സംഭവിച്ചു, എന്തുകൊണ്ട് അവർ വീട്ടിൽ വിവരം അറിയിച്ചില്ല ഇങ്ങനെ ഒരു കുട്ടിയെ കണ്ടപ്പോഴെന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. എന്തായാലും തിരച്ചിൽ ഇപ്പോൾ എങ്ങനെ പുരോഗമിക്കുന്നു? ജിൽസി സൈഫുദ്ദീൻ, ഈ സുഹാനായുള്ള തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെ ഈ ഡോഗ് സ്ക്വാഡ് എത്തിയപ്പോൾ ഈ നായ്ക്കൾ ഇവിടെ വന്നാണ് കരഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്യാപകമായ തിരച്ചിൽ നടത്തുന്നത്. വലിയൊരു താമര കുളമാണ് ഈ തൊട്ടപ്പുറത്ത്. സമാനമായ രീതിയിൽ ഈ വെള്ളക്കെട്ടുകളും കുളങ്ങളും പാടങ്ങളും എല്ലാം തന്നെയുണ്ട്. അവിടെയെല്ലാം തന്നെ ഈ പലയിടത്തും തിരച്ചിൽ നടത്തിയിരുന്നു. ഈ ഈ ചെളി നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് ഈ വലിയ സാഹസം തന്നെയാണ് ഇത്രയും വലിയൊരു കുളത്തിൽ തെരച്ചിൽ നടത്തുക എന്നുള്ളത്. ഈ കുട്ടിയെ കണ്ടു എന്ന് പറയുന്ന 2 സ്ത്രീകളുണ്ട്. അത് ഈ നാട്ടുകാരായ സ്ത്രീകളല്ല, ആയുർവേദ മരുന്നും മറ്റും വിൽക്കാൻ വരുന്ന 2 യുവതികളാണ്. അത് ഈ സുഹാനെ തന്നെയാണോ എന്നതിലും ഒരു സ്ഥിരീകരണമില്ല. ഈ കുട്ടികളെ കണ്ടു എന്നുള്ളതാണ്, ഒരു കുട്ടിയെ കണ്ടു എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും അത്തരം വിവരങ്ങൾ കൂടി ഈ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ചിറ്റൂർ നഗരസഭ ചെയർമാൻ സുമേഷ് അച്യുതൻ ഉണ്ട്. ഇപ്പോൾ 2 സ്ത്രീകൾ കുട്ടിയെ കണ്ടു എന്ന ഒരു വിവരമുണ്ട്. അവർ ഈ ആയുർവേദ മരുന്നൊക്കെ വിൽക്കാൻ വരുന്ന ആളുകളാണ്, അങ്ങനെ എന്തോ ആണോ? അവർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അവർ ഇന്നലെ ഒരു 12 മണിയാകുമ്പോൾ കുട്ടിയെ വഴിയിൽ വെച്ച് കണ്ടിരുന്നു. സുഹാനെ തന്നെയാണോ? സുഹാനെ തന്നെയാണെന്നാണ് അവർ, കാരണം വെള്ള ബനിയൻ ഇട്ടിട്ടായിരുന്നു. അപ്പോൾ സുഹാനെ തന്നെയാണെന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ കുട്ടി അവിടെ കണ്ടിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ആ കുട്ടി CCTVകളിലൊന്നും, അടുത്തുള്ള CCTVകളിലൊന്നും ദൃശ്യമായിട്ടില്ല. അപ്പോൾ വലിയ ആശയക്കുഴപ്പത്തിലാണ്. പിന്നെ ഇവിടെയുള്ള ജലാശയങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ നാട്ടുകാരെല്ലാവരും വലിയ പ്രതീക്ഷയിലാണ്. സുഹാനെ തിരിച്ച് കിട്ടുമെന്നുള്ള, നല്ല രീതിയിൽ തന്നെ തിരിച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. വലിയ ആശയക്കുഴപ്പത്തിലാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ഫയർ ആൻഡ് റെസ്ക്യൂക്കാരും. അതായത് ഈ CCTV ഇന്നലെ രാത്രിയൊക്കെ വ്യാപകമായി തെരച്ചിൽ നടത്തിയിരുന്നു. അതിലൊന്നും ഈ കുട്ടി നടന്നു പോകുന്ന അങ്ങനെ ദൃശ്യങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഒന്നും ലഭിച്ചിട്ടില്ല. ഇവിടെ നമ്മൾ അടുത്ത് ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന 2 CCTV പരിശോധിച്ചു. 2 അങ്ങനെ ഒരു കുട്ടി പോയതായിട്ടുള്ളൊരു വിവരം കിട്ടിയില്ല. വലിയ ആശയക്കുഴപ്പത്തിലാണ്. ഈ പരിസരത്ത് തന്നെ ഉണ്ടാവാനാണ് ഒരു സാധ്യത കാണുന്നത്. ഈ വളരെ ചെറിയ കുട്ടിയാണ്, സ്വാഭാവികമായിട്ട് അത്ര ദൂരത്തേക്ക് പോകാനുള്ള സാധ്യതയില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ ഈ CCTVയിലൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അത്തരം പരിശോധനകൾ വ്യാപകമായി CCTV കേന്ദ്രീകരിച്ച് നടത്തി. കുട്ടി മറ്റു കുട്ടികളുമായിട്ട് കളിക്കാൻ കുറച്ച് ദൂരെ പോകുന്ന ആളാണ്. സ്കൂളും കുറച്ച് ദൂരെ ആയതുകൊണ്ട് ആ കുട്ടിക്ക് ആ വഴി പരിചിതം ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ആ വഴിക്ക് പോകാനുള്ളൊരു സാധ്യത ആണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ CCTVകളിൽ ദൃശ്യമല്ല. ഇനി ആരെങ്കിലും കൂടെ വണ്ടിയിലുള്ളവെല്ലാം കയറിപ്പോകുന്ന ആ കുട്ടി ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ ആരെങ്കിലും കണ്ടാൽ പെട്ടെന്ന് കൂടെ പോകുന്നൊരു സ്വഭാവമുള്ളൊരു കുട്ടിയും കൂടെയാണ്. അപ്പോൾ അതും വെച്ചുകൊണ്ടാണ് പരിശോധിക്കുന്നത്. അങ്ങനെ വല്ലതും കയറി പോവുക വല്ലതും ചെയ്തിട്ടുണ്ടോ എന്നുള്ള സംസാരിക്കാൻ ചെറിയ വൈകല്യമൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. വലിയ ആശയക്കുഴപ്പത്തിലാണ് എന്തായാലും ഡിപ്പാർട്ട്മെൻറ്റിലുള്ള. എന്തായാലും ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ CCTV ഈ കുട്ടിയുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു 2 CCTVകളാണ് ഉള്ളത്, വീടുകൾ കേന്ദ്രീകരിച്ച്. അവിടെയും ഈ കുട്ടിയുടെ വീട് നേരെ എത്തുന്നത് ഈ ചിറ്റൂർ നഗരസഭ ഓഫീസിൻ്റെ മുൻപിലാണ്. അവിടെയുള്ള CCTVകളെല്ലാം തന്നെ പരിശോധന നടത്തിയെങ്കിലും ഈ കുട്ടി നടന്നു പോകുന്നതോ ഇല്ലെങ്കിൽ കുട്ടി ആരെങ്കിലും വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന അങ്ങനെ ഒരു ദൃശ്യങ്ങളും ഇതുവരെ ലഭ്യമായിട്ടില്ല. അതുകൊണ്ടാണ് ഈ കുളങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിൽ വീണ്ടും നടത്തുന്നത്. ഇവിടെ നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കുളങ്ങളുള്ള ഒരു നഗരസഭ കൂടിയാണ് ചിറ്റൂര്. നിരവധി വലിയ കുളങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് അത്തരം തിരച്ചിൽ കുറച്ച് സമയമെടുത്ത് നടത്തേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ കുട്ടിയെ കണ്ട ആളുകൾ അവർ ഈ കുട്ടിയാണ്, സുഹാൻ തന്നെയാണ് എന്നുള്ള രീതിയിലുള്ള അടയാളങ്ങളും വിവരങ്ങളുമാണ് പോലീസിനോട് കൈമാറിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള പരിശോധനകൾ എന്തായാലും ഈ തുടർന്നുകൊണ്ടിരിക്കും. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ പറഞ്ഞ പോലെ ഈ കുട്ടി
ഈ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു കുട്ടിയാണോ? ശാരീരിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയാണ് ഉള്ളത്. ഈ ശാരീരിക വെല്ലുവിളി എന്ന് പറയുമ്പോൾ ഈ സംസാരിക്കുന്നതിനും കേൾവി ശക്തിക്കും ചില പരിമിതികൾ ഉള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഈ കേൾവി ശക്തിക്കും സംസാരത്തിനും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട്. അതുകൂടി ഈ മാതാപിതാക്കളും എല്ലാവരും പറയുന്നുണ്ട്. എന്തായാലും ഈ കുട്ടിയെ കണ്ടെത്താതെ ഈ ഒരു പകൽ കഴിഞ്ഞ് അടുത്ത ഒരു രാത്രി കൂടി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും സുഹാനെ കണ്ടെത്താൻ കഴിയും, വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് ഈ നാട് മുഴുവനായി ഉള്ളത്. കുട്ടി ഒരു പക്ഷേ ഈ ഭയന്ന് എവിടെയെങ്കിലും വീണ് കിടക്കുകയോ മറ്റോ ചെയ്യുന്നുണ്ടോ എന്ന ഒരു സംശയം കൂടിയുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തിരച്ചിലും നടക്കുകയാണ്.